അയ്യോ എന്റെ മാല മാല പോയി. ഏതാണ്ട് ഞാൻ പ്രതീക്ഷിച്ചതുപോലെയൊക്കെ നടന്നു. എല്ലാം ആ അരക്കള്ളന്റെ പണിയാണ്. ഇക്കുരി അരക്കള്ളൻ അമളി പറ്റി. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മാല ഞാൻ ഭദ്രമായി ഒരിടത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. തമ്പുരാട്ടി, ഞാൻ വന്നു. എനിക്ക് അമളി പറ്റിയിട്ടില്ല. സാക്ഷാൽ മാല എന്റെ കൈവശമുണ്ട്. അരക്കള്ളൻ ഉണ്ണുന്ന ചോറിന് ഉചിതം കാട്ടാത്തവർ. കാൽമുഴം വെച്ച് കാവൽക്കാർ കൊട്ടാരം നിറച്ചും കാവലുണ്ടായിരുന്നു. എന്നിട്ടും ആ അരക്കള്ളൻ മുക്കാ കള്ള. നിന്റെ കൈവശമുള്ളത് കള്ളമാലയാണ്. ശരിക്കുള്ള മാല എന്റെ കൈവശമുണ്ട്. അരക്കള്ളൻ. ഒരു സന്ദേഹം, ഒരു ചുക്കുമില്ല സന്ദേഹം. ഇത് കള്ളമാലയാണ്. ശരിക്കുള്ള മാല അരക്കള്ളന്റെ കൈവശമാണ്. അയ്യോ, വമ്പ് ഞാൻ കാട്ടും. പക്ഷേങ്കില് പാവങ്ങളെ സാധുക്കളെയും ഞാൻ ഒന്നും ചെയ്യൂല. വലിയ പണക്കാരുടെ പേര് പറയും, ഞാൻ കണ്ണുവെച്ചോളാം. പെണ്ണെ, നീ മിടുക്കി തന്നെ. നീ എങ്ങനെ അന്ന് രാത്രി മങ്കമ്മ റാണിയുടെ കൊട്ടാരത്തിൽ ആടാനെത്തി? ഏനവിടെ പിച്ചയ്ക്ക് ചെന്നതാ. തമ്പുരാട്ടി എനിക്കൊരു ചേരയും തന്ന് ആടാൻ നിർബന്ധിച്ചു, അത്ര തന്നെ. അല്ല, മാറിനിതെങ്ങനെ അറിഞ്ഞു? അന്ന് രാത്രി നിന്റെ ആട്ടത്തിന് മേളം വായിച്ചതാറാ പെണ്ണെ? നിന്റെ ആട്ടം കണ്ട ഉടനെ എന്റെ ശങ്ക ആടിപ്പോയി. കുറച്ചു നേരത്തേക്ക് ഞാൻ എന്തിനു വന്നോ അത് മറന്നേ പോയി. മാല എന്തിനാ എന്നെ സൂക്ഷിച്ചു നോക്കുന്നേ? ആ, നീ പറഞ്ഞ മാല ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതാ പിടി. സമ്മതിച്ചു. ഇത് എവിടെ നിന്ന് കിട്ടി? എങ്ങനെ തട്ടിയെടുത്തു? ചിലർക്ക് നനയ്ക്കാനുള്ള കഴിവുണ്ട്. ചിലര് നിലവ് പ്രവൃത്തിയിലും കൊണ്ടുവരും. ആ കള്ളറാണിയുടെ അഭിനയവും മണ്ടത്തരവും കണ്ടപ്പോഴേ ഞാൻ മനസ്സിലാക്കി മാല കട്ടിലിന്റെ കാലിന്റെ ഉള്ളിൽ എവിടെയോ ഉണ്ടെന്ന്. അല്ല, നീ എന്തേ വല്ലാണ്ടായത്? നിങ്ങളുടെ രൂപം കണ്ടിട്ട് അരക്കള്ളൻ തന്നെയാണോന്ന്. അതേ മാലേ, ഞാൻ സമ്മതിച്ചു. ഞാൻ അരക്കള്ളൻ തന്നെയാണ്. അതെന്താ? അരക്കള്ളൻ? റാണി എന്നെ പിടിച്ചേക്കാം, എന്നാലും പന്തയത്തിൽ ഞാൻ ജയിച്ചേ. ശരി. ആ, ഇനി വാക്ക് പറഞ്ഞതുപോലെ ഞാൻ ചോദിച്ചെനിക്ക് എന്താണ് തരുവോ? ഈ ഉള്ള വലിയ കള്ളനായ നിങ്ങൾ മോട്ടിച്ചെടുക്കുമെന്ന് കരുതി എന്നേ ഞാൻ അത് തന്നു. അരക്കള്ള, എനിക്കൊരു ഉപകാരം കൂടി ചെയ്യൂ. എന്തിനീ നാടകമൊക്കെ? മാണിക്യം കുപ്പയിൽ കിടന്നാലും തിരിച്ചറിയും. ഞാൻ തിരിച്ചറിയില്ലെന്ന് കരുതിയോ കുറത്തി? വേഷവും ഭാഷയും മാറ്റിയതുകൊണ്ട് മങ്കമ്മാറാണി മതി, ഞാൻ തോറ്റു. അപ്പോ എന്നെ പിടിക്കാനായിരുന്നു ഈ വിദ്യകളൊക്കെ? പിടിക്കാനും കീഴടക്കാനും. പക്ഷേ കീഴടങ്ങിയത് ഞാനാ. ഈ അടുപ്പത്തിൽ എനിക്ക് വിശ്വസിക്കാം. ആകാശവും ഭൂമിയും തമ്മിലുള്ള അടുപ്പം. ഒരു പെരുങ്കള്ളനെ പ്രേമിക്കുക. പ്രേമം ഒരു അത്ഭുതമാണ്. എവിടെ, എപ്പോൾ, എങ്ങനെ അത് പുഷ്പിക്കുമെന്ന് ആർക്കും അറിഞ്ഞുകൂടും. എന്റെ പേര് നാഗൻ എന്നാണ്. നാഗൻ? ഇനി പറയൂ, എന്റെ ഓമനയ്ക്ക് വേണ്ടി ഞാൻ ഇനി മറ്റെന്താണ് ചെയ്യേണ്ടത്? പിന്നെ ഇതുപോലെ ഒരു മാല കല്ലന കൊട്ടാരത്തിലുണ്ട്. ആ മാല കൂടി കിട്ടിയാൽ വലിയ ഒരു നിധി നമുക്ക് കൈക്കലാക്കാം. പാവങ്ങളെ സഹായിക്കുക എന്ന അങ്ങയുടെ ആദർശം അതിവേഗം നടപ്പിലാക്കുകയും ചെയ്യാം. ഈ പഴക്കത്തിനകത്ത് എന്ത് എഴുതിയിരിക്കുന്നു നോക്കൂ. ഓം ക്രീം നമ. ഭുവനേശ്വരി ക്ഷേത്രത്തിലെ നിധിക്ക് വേണ്ടി ലം ല താഴിച്ചോട്ടിൽ ക്ഷിക്ക. പല്ലന കൊട്ടാരത്തിലെ മാല നോക്കുക. പല്ലന കൊട്ടാരത്തിലെ മാലയിൽ എഴുതിയിരിക്കുന്ന എന്താണെന്ന് കൂടി നോക്കാം. ഈ മാല റാണി തന്നെ വെച്ചോളൂ. പറഞ്ഞ മാല ഞാൻ കൊണ്ടുവരാം. ആ, പിന്നെ ഈ മാലയ്ക്ക് വേണ്ടി മുക്കാൽക്കാൽ എന്നൊരു നടപ്പുണ്ട്. മറക്കരുത്, സൂക്ഷിക്കണം. അപ്പോ വേളിമലയിലെ മാല, നെടുമങ്ങലത്തെ മാല, ഇത് കൂടാതെ പല്ലനയിലൊരു മാലയുണ്ട്.
അപ്പൊ മാല 2 അല്ല 3 മാലയുണ്ട്. ശരിയാ, നിധി കിട്ടണമെങ്കിൽ നമുക്ക് ഈ 3 മാലയും കൈക്ക. ഈ നാട് വാഴുന്ന ഉഗ്രവർമ്മയുടെ പട്ടാളക്കാരെ തടയാൻ നീ ആരെന്നാണ് ചോദിച്ചത്? തെണ്ടി. ജനദ്രോഹിയായ ഉഗ്രവർമ്മ, ഞാൻ ആരാണെന്ന് നിനക്കറിയണോ? ഞാനാണ് അരക്കള്ളൻ. നിന്റെ ബദ്ധശത്രു, ഓർമ്മിച്ചോ? അച്ഛൻ എനിക്ക് സ്വൈരം തരുന്നില്ല. വാസ്തവം. വേണിമല മൂപ്പനും മോളല്ലിയും അങ്ങേ വേണ്ടാന്നല്ലേ പറഞ്ഞത്? വേണ്ടെന്ന് പറഞ്ഞു. വാസ്തവം. ഞാനുള്ളപ്പോൾ അതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇപ്പോഴച്ഛന് ഒരേ ഒരു മന്ത്രമാണ്, മാല മാല മാല, നിധി നിധി നിധി. സർവാധികാരിക്കാർ. ഞാൻ വന്നത് മാലയുടെ കാര്യവും കൊണ്ടായിരിക്കും. അതെ അതെ, മാലയുടെ കാര്യം കൊണ്ടായിരിക്കും. വിക്രമ, ഇവരെ കഴുത്തിന് പിടിച്ച് പുറത്താക്കൂ. ഉഗ്ര, ഇവിടെ വന്നിരിക്കൂ. വലിയ തമ്പുരാനായി എന്നെ വാഴിക്കുന്നത് എപ്പോഴാണെന്നാണ് എനിക്കറിയേണ്ടത്. ആകെ കൂടെയുള്ള ഈ പോക്കിൽ എനിക്ക് ആശങ്കയുണ്ട്. പലതും ഉടൻ നടത്തണം. ഖജനാവടക്കണം, തമ്പുരാന്റെ കഴുത്തില് മാലയിലെ രക്ഷയുടെ സഹായത്തോടെ നിധി കണ്ടെത്തണം, കൊട്ടാരം പിടിച്ചടക്കണം, എന്നെ വലിയ തമ്പുരാനായി വാഴിക്കണം. പക്ഷെ പറയുന്നത് കേൾക്കൂ, തമ്പുരാന്റെ കഴുത്തിൽ നിന്ന് ആ പതക്കം വെച്ച മാല നാം എങ്ങനെ കൈക്കൽ? ആ കാര്യം അച്ഛൻ എനിക്ക് വിട്ടുതരൂ. ഞാനത് സാവകാശം കൈക്കലാക്കും. വേണ്ടി വന്നാൽ സ്വല്പം ബലവും പ്രയോഗിക്കും. അതൊക്കെ തന്ത്രപരമായി സാധിക്കേണ്ടതാണ്. മനസ്സിലായി? എനിക്കത് പറ്റില്ല. രണ്ടാമതൊരാൾ ഇത് അറിഞ്ഞു പോകരുത്. അപ്പൊ എന്റെ വാഴ്ചയുടെ കാര്യം? അതൊക്കെ നടക്കും. കണ്ണു വിലാസിനി, അത് നടക്കും നടക്കും നടക്കും.
കൊള്ളക്കാര് ഓടി വരും, ഓടി വരും, ഓടി വരും. കൊള്ളക്കാര് രണ്ടുപേരുണ്ട്, രണ്ടുപേരും ഇവിടെ ഉണ്ട്. താഴെ താഴെ പായും. തമ്പുരാനി, അവിടുത്തെ ഉപ്പ് നിന്ന് കഴിയുന്ന സ്വന്തക്കാരായ കുലദ്രോഹികളെ സൂക്ഷിക്കുക. അരക്കള. ഓം ഹ്രീം നമ. ഭുവനേശ്വരി ക്ഷേത്രത്തിലെ നിധി കണ്ടെടുക്കാൻ വേണ്ടി ഡിനു ഗാനേഷ്ടു പ്രതികർത്തുയ വേളിമല കോട്ടയിലെ മാല നോക്കുക. എന്താ ഈ യു യാ ഇതിന്റെ ഒക്കെ അർത്ഥം? അലഞ്ഞല്ലോ. അച്ഛനിപ്പോ മനസ്സിലായല്ലോ. എന്തുമാത്രം കഷ്ടപ്പെട്ടു. അവനെന്നെ കണ്ടുപിടിച്ചോ ആവോ. പിടിക്കാഞ്ഞതും വിട്ടുകൊണ്ട് താഴെ വീഴാഞ്ഞതും നിനക്ക് അവനെ കണ്ടറിയാൻ കഴിയാത്ത സ്ഥിതിക്ക് കുണ്ഠിതപ്പെട്ടിട്ട് കാര്യമില്ല. ഏതായാലും ഈ മാലയിൽ നിന്ന് ഒന്ന് മനസ്സിലായി. വേളിമല കോട്ടയിലെ മാല കരസ്ഥമാക്കുക. അവിടെയും ഞാൻ ചാടിക്കയറണോ? അവസാനം പട്ടാഭിഷേകത്തിന് ആളുണ്ടാവില്ല. പടനായകൻ വിക്രമൻ വശം ഒരു ശാസനം വേളിമലയ്ക്ക് കൊടുത്തയക്കാം. നമ്മുടെ എഴുവീടനും ചെമ്പഴന്തിയും മഴൂക്കാടനും കൂടെ പോകട്ടെ. ഏറാനും പടയാളികൾ. അല്ലിയും അവിടുത്തെ രക്ഷ കിട്ടിയ മാലയും ഉടനെ ഇവിടെ എത്തിക്കണമെന്നും കൂടെ എഴുതിയേക്കും. അങ്ങനെ ആകട്ടെ. ഏതായാലും ഈ മാല നീ സ്ഥാനാരോഹണ ദിവസം അണിഞ്ഞാൽ മതി. ശരി ശരി, സമ്മതിച്ചു. ഞാനൊന്ന് പോയി കിടന്നുറങ്ങിക്കോട്ടെ.